Hi all friends, welcome to MTM Political Talk. നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നിലമ്പൂർ ബൈ ഇലക്ഷനെ കുറിച്ചാണല്ലോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണല്ലോ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും NDAക്കും സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും രംഗത്ത് വരാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചതുഷ്കോണ മത്സരം ആണ് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. വോട്ടുകൾ 4 ആയി ഭാഗിക്കപ്പെടുകയും ആ 4-ൽ നിന്ന് ഇനിയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുവാനും അപരന്മാർ വരുവാനും സാധ്യത നിലമ്പൂർ ഇലക്ഷനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ വോട്ടുകൾ 4 ഇപ്പോൾ തന്നെ ഭാഗിക്കപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഈ 4-ൽ നിന്ന് ഇനി അപരന്മാർക്കും നോട്ടക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും വോട്ടുകളുടെ വിഹിതം മാറ്റിവെക്കേണ്ടതുണ്ട്. മാറ്റിവെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അപരന്മാർ മത്സരിക്കുമ്പോൾ ഓരോരോ പേരിന്റെ അപരന്മാർ ഉണ്ടാവും. അവരുടെ കുറച്ച് വോട്ടുകൾ തെറ്റിയിട്ടാണെങ്കിലും തെറ്റാണ്ടാണെങ്കിലും പോകും. അത് കഴിഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കും. ഇതെല്ലാം വോട്ട് ചിഹ്ന ഭിന്നമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാര്യങ്ങൾ ആ വഴിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു ശക്തിയേറിയ മത്സരം തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഐക്യജനാധിപത്യ മുന്നണിക്കും ഇടതു ജനാധിപത്യ മുന്നണിക്കും NDAക്കും ശക്തിയായ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. PV അൻവർ കൂടി മത്സര രംഗത്തേക്ക് എത്തുന്നതോടെ മത്സരം പൊടിപിടിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാ ചർച്ചകളിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. PV അൻവർ മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിലാണെന്നും തീർച്ചയായും അത് സ്വതന്ത്ര ചിഹ്നത്തിലല്ല അൻവർ മത്സരിക്കുന്നത്, തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിലാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിലാവുമ്പോൾ അൻവറും ഒരു പാർട്ടി സ്ഥാനാർത്ഥിയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല. ഇങ്ങനെ വരുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിനെ സംബന്ധിച്ച് മത്സരം അതിന്റെ നല്ല മൂർധന്യത്തിൽ എത്താനാണ് സാധ്യത. മത്സരം നല്ല കടുപ്പിക്കാനാണ് സാധ്യത. തീർച്ചയായും നല്ലൊരു മത്സരം നിലമ്പൂർ മണ്ഡലത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കാനാണ് ഇനി കൂടുതൽ സാധ്യത. അതോടൊപ്പം തന്നെ നല്ല മത്സരം നടക്കുന്നതോടൊപ്പം തന്നെ വോട്ടുകൾ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ മണ്ഡലത്തിലുണ്ട്. കാരണം മുന്നണികൾ പിടിക്കുന്ന വോട്ടും സ്വതന്ത്രർ പിടിക്കുന്ന വോട്ടും, സ്വതന്ത്രർ എത്ര വോട്ടാണോ പിടിക്കുന്നത് അത് ആണ് മുന്നണികളുടെ വിജയത്തിലേക്ക് ഇനി നയിക്കുക. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലാണ് മുന്നണികൾ എത്ര വോട്ട് പിടിക്കുന്നുവോ സ്വതന്ത്രർ എത്ര വോട്ട് പിടിക്കുന്നുവോ എന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സ്വതന്ത്രർ പിടിക്കുന്ന വോട്ട് ആണ് മുന്നണികളുടെ വിജയം ഇനി നിർണയിക്കപ്പെടുന്നത്. തീർച്ചയായും മുന്നണികൾ എത്ര വോട്ട് പിടിക്കുന്നുവോ ആ വോട്ട് സ്വതന്ത്രർ എത്ര വോട്ട് പിടിക്കുന്നുവോ അത് ആ വോട്ട് സ്വതന്ത്രർ പിടിക്കുന്ന വോട്ട് മുന്നണികളുടെ വോട്ടാണ്. അവർക്കാണ് ആ വോട്ടിന്റെ കുറവ് വരുന്നത്. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവചിക്കപ്പെടുന്നത്. അതാണ് ഞാൻ മുൻപത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞത്. പ്രവചനങ്ങൾ അതീതമായി ഇനിയിപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എത്ര വോട്ടാണോ പിടിക്കുന്നത് ആ വോട്ട് മുന്നണികൾക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ മുന്നണികളുടെ വിജയം ഇനി സ്വതന്ത്രർ എത്ര വോട്ട് പിടിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സ്വതന്ത്രർ എത്ര വോട്ടാണ് പിടിക്കുക എന്ന് ഏകദേശം ഒരു ധാരണയിലെത്തണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഈ ഇലക്ഷൻ പ്രചരണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ ഒരാഴ്ച ഇലക്ഷൻ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ആണ് സ്വതന്ത്രർക്ക് ഏകദേശം എത്ര വോട്ട് പിടിക്കാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് മുന്നണികൾക്ക് വോട്ട് ശതമാനത്തിൽ കുറവ് വരും. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഏത് മുന്നണിക്ക് പിടിക്കുവാൻ സാധിക്കും എന്നൊക്കെ ഏകദേശം ഒരു ധാരണയിൽ നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ തീർച്ചയായും ഒരു ആഴ്ചയെങ്കിലും പ്രചരണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ഈ നിലമ്പൂർ ഇലക്ഷന്റെ വിശേഷങ്ങളുമായി ഇനിയും നമുക്ക് ഒരുപാട് ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. തീർച്ചയായും അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി എത്താം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ വണക്കം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി, നമസ്കാരം.